വൈഡ് ആംഗിൾ വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിന് മുമ്പിലാണുള്ളത്. മ്യൂസിയം കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള മൃഗശാല കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങോട്ട് വന്നത്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. 9 മണിക്കാണ് മൃഗശാല തുറക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് മ്യൂസിയത്തിൻ്റെ ചുറ്റുമൊന്ന് കറങ്ങിയിട്ട് വരാം. രാവിലെ പ്രഭാത സവാരിക്കായിട്ട് മ്യൂസിയത്തിൽ നടക്കാൻ ഇറങ്ങിയവരൊക്കെ തിരികെ പോകുന്ന തിരക്കിലാണ്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നെങ്കിൽ അതും കൂടി ഷൂട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുവഴി നേരെ അകത്തേക്ക് കയറാം. ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി അങ്ങോട്ട് നടന്ന് നമുക്ക് കുറച്ചു നേരം ആ മണ്ഡപത്തിൽ പോയിരിക്കാം. ഇവിടെ ഇരുന്ന അനന്തപുരി FM-ലെ പാട്ടുകളും മറ്റ് പരിപാടികളുമൊക്കെ കേൾക്കാം. റേഡിയോ മണ്ഡപം എന്നാണ് ഈ മണ്ഡപത്തിനെ വിളിക്കുന്നത്. പ്രായഭേദമന്യേ ധാരാളം ആളുകൾ രാവിലെയും വൈകിട്ടും ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ റേഡിയോയിലെ പരിപാടികൾ ആസ്വദിക്കുന്നതിന് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് മ്യൂസിയത്തിൻ്റെ സൈഡിലേക്ക് പോകാം. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. 1880-ലാണ് മ്യൂസിയം പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയറിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. ഗോതിക് ശൈലിയുടെയും നമ്മുടെ കേരളീയ വാസ്തുവിദ്യയുടെയും ഒരു സമ്മിശ്ര രൂപത്തിലാണ് മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത്. ശരിക്കും ട്രിവാൻഡ്രം സിറ്റിയുടെ ഒത്ത നടുക്കാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുകയേയില്ല. നഗരത്തിൻ്റെ യാതൊരു ബഹളങ്ങളും ഇവിടേക്ക് എത്താറില്ല. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടരികിലൂടെയാണ് മെയിൻ റോഡ് പോകുന്നത്. പക്ഷേ വാഹനങ്ങളുടെയൊന്നും ഒരു ബഹളം പോലും നമുക്ക് അകത്തേക്ക് കേൾക്കാനേ പറ്റുന്നില്ല. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. രാവിലെയും വൈകിട്ടും മ്യൂസിയം കോമ്പൗണ്ടിൽ നടക്കാനായിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട്. രാവിലെ ഒരു 5 മണി മുതൽ ഇവിടെ ആളുകൾ നടക്കാനിറങ്ങും. ഇവിടെ നടക്കാനായിട്ട് തുറന്നു കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. രാവിലെ നടക്കാൻ ഇറങ്ങിയവരെല്ലാം പോയി കഴിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ 1-2 പേരെ മാത്രം കാണാം. ഇതുവഴി നമുക്ക് നേരെ സൂവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സൂ കാണാനായിട്ട് വരികയാണെങ്കിൽ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാം പാർക്കിംഗ് ഫുള്ളാകും. മ്യൂസിയം കോമ്പൗണ്ടിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. 150 രൂപയാണ് ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഫീസ്. ഇനി ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലൂടെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന വഴിയും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പക്ഷേ ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അവിടെയും പാർക്കിംഗ് ഫുള്ളാകും. പിന്നെ റോഡിൽ വണ്ടി ഇടാൻ മാത്രമേ പറ്റുകയുള്ളൂ. അവിടെയാണ് ട്വിസ്റ്റ്. നമ്മൾ മ്യൂസിയവും മൃഗശാലയും കനകക്കുന്നും ഒക്കെ കണ്ടിട്ട് വണ്ടി എടുക്കാനായിട്ട് വരുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒരു മഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കാണാം. സിറ്റി ട്രാഫിക് പോലീസിൻ്റെ പെറ്റിയാണ്. 250 രൂപ ഫൈൻ അടച്ചാൽ മതി. പക്ഷേ ഓൺലൈനായിട്ട് അടയ്ക്കാൻ യാതൊരു സംവിധാനവുമില്ല. നമ്മൾ പട്ടം ട്രാഫിക് സ്റ്റേഷനിൽ നേരിട്ട് കൊണ്ടുപോയി അടയ്ക്കേണ്ടി വരും. അപ്പോൾ 250 രൂപ ഫൈൻ കൊടുക്കുന്നതിലും നല്ലത് കഴിവതും നേരത്തെ നമ്മൾ ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യുന്നതാണ്. ദൂരെ നിന്നും വരുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഈ ടോയ്ലറ്റുകൾ ധാരാളം വെച്ചിട്ടുണ്ട്. സൂവിൻ്റെ ഒരു മാപ്പൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1859-ലാണ് മൃഗശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 55 ഏക്കർ സ്ഥലത്താണ് സൂവും മൃഗശാലയും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 9 മണിയായി. സൂ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാം. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൗണ്ടറിൽ 20 രൂപ കൊടുത്താൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. തിരികെ ഇറങ്ങുമ്പോൾ 20 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വലിയ ലഗേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. എല്ലാവരുടെയും ബാഗ് മെയിൻ ഗേറ്റിൽ പരിശോധിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റോ അതുപോലെ പ്ലാസ്റ്റിക് റാപ്പുള്ള എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പുകൾ ഇളക്കി കളഞ്ഞ ശേഷം മാത്രമേ സൂവിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ബോഗി കാറിൽ കയറി മൃഗശാല മുഴുവൻ കറങ്ങിക്കാണാം. ഓരോ സ്പോട്ടിലും കാറ് നിർത്തിത്തരും. 12 സീറ്റും 7 സീറ്റും 3 സീറ്റുമുള്ള 3 വണ്ടികളാണ് ഇവിടെയുള്ളത്. ഇവിടെ ടിക്കറ്റ് കാണിച്ച് സൂവിനകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ മൃഗശാലയ്ക്കകത്തേക്ക് കയറി ഇതുവഴി താഴോട്ട് പോകുമ്പോൾ വലത്ത് സൈഡിലായിട്ട് കാട്ടുപോത്തുകളെ കാണാം. തൊട്ടപ്പുറത്ത് തന്നെ സിംഹവാലൻ കുരങ്ങുകളുമുണ്ട്. ഈ സിംഹവാലൻ കുരങ്ങിനെയൊക്കെ നേരിട്ട് കാണണമെങ്കിൽ ഒന്നുകിൽ സൈലൻ്റ് വാലിയിൽ പോകണം. ഇതിപ്പോൾ 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അടുത്ത് കാണാം. ബംഗാൾ കുരങ്ങ് അവിടെ എവിടെയെങ്കിലും മരത്തിലിരിപ്പുണ്ടാവും. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നൊരു ഐഡിയയുമില്ല. കുരങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്നാണ്. ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അതുകൊണ്ട് നമുക്ക് പതിയെ നടന്നു പോകാം. ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് ചൂട് ഒട്ടും ഫീൽ ചെയ്യുന്നതേയില്ല. നമ്മൾ ശരിക്കും ഒരു കാട്ടിനകത്ത് കയറിയൊരു ഫീലാണിപ്പോൾ. മലയണ്ണാൻ്റെ കേജാണിത്. മലയണ്ണാനെ കണ്ടില്ലെങ്കിലും ഒരു മയിലിനെ കാണാൻ പറ്റി. ബ്രൗൺ ഫിഷ് ഓൾ. നമ്മുടെ നാട്ടിലുള്ള മൂങ്ങയെക്കാട്ടി നല്ല വലിപ്പമുണ്ട്. ഖലീജ് ഫെസന്റ്. കോഴി വർഗത്തിലുള്ള കിളികളെ നമുക്ക് ഇവിടെ കാണാം. അവിടെ എവിടെയോ ഇരിപ്പുണ്ട്. ആമസോൺ തത്ത. എന്താണ് ബഫ്റിംഗ് ഫെസന്റ്. അടിപൊളി. വെറുതെ നടന്ന് ക്ഷീണിക്കേണ്ട, കാറിൽ കയറി ഇങ്ങനെ സുഖമായിട്ട് പോകാം. ഇവിടെ എന്തൊക്കെയോ കിളികളുടെ കൂടാണെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഇതാ അവിടെ ഒരാളിരിപ്പുണ്ട്. പക്ഷേ ഈ കമ്പിയോല കാരണം ഒന്നും ക്ലിയറായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. ഈ കമ്പിയോലയൊക്കെ മാറ്റി ഗ്ലാസ് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. തല്ലി ബദാം. ഇതുവഴി പോവാം. പഴയ ഏതോ സിംഹത്തിൻ്റെ മടയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമുക്ക് ഈ മരങ്ങളൊക്കെ കണ്ട് പതിയെ നടക്കാം. കൊക്കുകൾ, കഴുകന്മാർ, പെലിക്കൻസ്, ഹെറോൺസ്. ഇതുവഴി താഴോട്ട് പോയാൽ ഇവരെയൊക്കെ കാണാം. വെള്ളിമൂങ്ങ. പക്ഷേ ഇതിനകത്ത് വെള്ളിമൂങ്ങ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കമ്പിവേലിയൊക്കെ മാറ്റി ഗ്ലാസ് ആക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. ഇതിപ്പോൾ വെള്ളിമൂങ്ങ ഇതിനുള്ളിൽ എവിടെയോ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാം. നമ്മൾ ഈ മൃഗശാലയിൽ വരുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ഇതിനകത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ ഇത്രയും കമ്പിവേലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെയൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ കൂടി പറ്റില്ല. ഇതിലും ഭേദം നമ്മൾ നാഷണൽ പാർക്കുകളിലൊക്കെ പോകുന്നതാണ്. അവിടെയും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടു. ഇവിടെ ഇപ്പം അതേ ഒരവസ്ഥയാണ്.
ഹിമാലയൻ കഴുകൻ. ഇവിടെയും നെറ്റിന് യാതൊരു പഞ്ഞവുമില്ല. ഒരു ഐ ലെവലിലെങ്കിലും ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും സൂ ഒക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അവർ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. നമ്മുടെ മന്ത്രിമാർ ഫോറിൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സൂ ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയും അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു. എത്ര ആളുകളാണ് ഒരു ദിവസം സൂ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്? ഈ പഠനയാത്രയ്ക്കായിട്ട് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ ഒരുപാട് സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഈ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ അടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. മീൻ മുതല നല്ല ചാപ്പാടൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. ഒരനക്കവും ഇല്ല. കൊക്കുകളുടെ ലോകത്തേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലൂടെ അകത്തോട്ട് പോയാൽ അടിപൊളി. ഇതാണ് ശരിക്കും വേണ്ടത്. ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് കാഴ്ചകൾ കാണാം. കൊക്കുകളുടെ ഒരു ചാകര തന്നെയാണ് ഇവിടെ. ഇതുപോലുള്ള പക്ഷികളെയൊക്കെ ചിലപ്പോൾ കുമരകത്തോ തട്ടേക്കാടോ ഒക്കെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. എന്തോ ഒരു ശിലാഫലകം വെച്ചിട്ടുണ്ട്. എന്താണാവോ? നടന്ന് ക്ഷീണിച്ചാൽ ദാ ഇവിടെ ഇരിക്കാം. കല്ലുകൊണ്ട് നല്ല കിടിലമായിട്ട് പണിതിട്ടുണ്ട്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. ഒരു സെക്കൻഡ് ഒന്ന് പോയിക്കോട്ടെ. നീർനായ മീനാണെന്ന് തോന്നുന്നു. ഒന്നും കാണാൻ വയ്യ. ഒരു ചേച്ചി അവിടെ കാര്യമായിട്ട് പടം പിടിക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കാം. ഇത് നമ്മുടെ നീർനായക്കൂടിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. ഇഷ്ടം പോലെ നീർനായ്ക്കളെ കാണാം. 1859 സൂ ഇവിടെ തുടങ്ങുന്നത്. അന്ന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കാനുള്ള ആ ഒരു ദീർഘവീക്ഷണത്തെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ മതിയാവും. തേൻകരടി ആശാന്മാർ അങ്ങ് ദൂരെ നിൽക്കുകയാണല്ലോ. ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാമായിരുന്നു. കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് കരടികളുടെ കുറച്ച് വിഷ്വൽസ് കിട്ടുമെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ട് പോവാം. ഇവിടെ വേണമെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാം.
മഴയൊന്നും നനയാതിരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതാ അവിടെ വെളയിലൊരു സിംഹം കിടപ്പുണ്ട്. ദൂരെ ആയതുകൊണ്ട് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഒരു പെൺസിംഹമാണെന്ന് തോന്നുന്നു. ഒരു ബൈനോക്കുലർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ടെലിലെൻസ് വേണം. ഇതിപ്പോൾ നമ്മൾ കാശ് മുടക്കി സൂവിൽ വന്നിട്ട് സിംഹത്തെ കാണാനുള്ള ഓരോ കഷ്ടപ്പാടേ. ലോകത്തിലെ ഏറ്റവും വലിയ പുല്ലാണിത്, മുള. ഇവിടെ എവിടെയോ സിംഹം കാണാൻ ചാൻസ് ഉണ്ട്. ഭാഗ്യമുണ്ടേ കാണാം. പാവം പയ്യൻ സിംഹത്തെ കാണാത്ത വിഷമത്തിലാണെന്ന് തോന്നുന്നു. യമു പുള്ളി ഫുഡൊക്കെ കഴിഞ്ഞുള്ള വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഹിപ്പപ്പൊട്ടാമസ്, ഭാഗ്യം ഒരാളെങ്കിലും കരയിലുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ബാക്കി എല്ലാ അണ്ണന്മാരും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അടിപൊളി, ഇവൻ വേറെ ലെവല. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ. കാട്ടുപോത്ത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഫീമെയിലിനെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മെയിലിനെയാണ്. രണ്ട് കൂട്ടരെയും സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കൃഷ്ണമൃഗം ഇഷ്ടം പോലുണ്ട്. ബരാസിംഗ മാനിൻ്റെ ഏതോ ഒരു സഹോദര വിഭാഗമാണെന്ന് തോന്നുന്നു. പുള്ളി ഏകനാണ്. എന്നാൽ പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ആനയും ജിറാഫും സീബ്രയും ഒന്നുമില്ല. ജിറാഫിന് എന്ത് പറ്റിയെന്നറിയില്ല. സീബ്രകൾ കുറേ ഉണ്ടായിരുന്നതെല്ലാം കുളമ്പ് രോഗം വന്ന് ചത്തുപോയി എന്നാണ് കേട്ടത്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ മ്യൂസിയത്തിൻ്റെ മെയിൻ ഗേറ്റ് കയറി വരുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഇട്ട് അണുവിമുക്തമാക്കിയിട്ടിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ വാഹനങ്ങളുടെ ടയറുകൾ ആ വെള്ളത്തിൽ കൂടി ഇറങ്ങി അണുവിമുക്തമായ ശേഷമാണ് മ്യൂസിയത്തിനകത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കുളമ്പ് രോഗം പകരുന്നത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണിത്. സൂവിൻ്റെ മെയിൻ ഗേറ്റിലും ഇതേപോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോഴും തിരികെ പോകുമ്പോഴും നമ്മൾ ആ വെള്ളത്തിൽ കൂടി നടന്നിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. സിംഹത്തിൻ്റെ വലിയ പ്രതിമയൊക്കെ ഉണ്ട്. ബംഗാൾ കടുവ, പുള്ളിപ്പുലി, സിംഹം. ബംഗാൾ കടുവ
കടുവയുടെ വരയും കമ്പിവേലി എല്ലാം കൂടി ആയപ്പോൾ അടിപൊളി. ഒരു വെള്ളക്കടുവ വരുന്നുണ്ട്. വാല് പോയ വെള്ളക്കടുവ. പുലിയുടെ കൂടായിരുന്നു ഇത്. ഇപ്പോൾ കേജിൻ്റെ പണി നടക്കുന്നതിനാൽ പുള്ളിയെ കൂട്ടിലിട്ടിരിക്കുകയാണെന്നാണ് വാച്ചർ പറയുന്നത്. നീലക്കാള. അങ്ങനെ നടന്ന് ബട്ടർഫ്ലൈ പാർക്കിലെത്തി. ഇഷ്ടം പോലെ ചിത്രശലഭങ്ങളെ കാണാം. അവർക്കിഷ്ടമുള്ള പ്രത്യേകതരം പൂക്കളും തേനുമുള്ള ചെടികളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക്. ഒട്ടകപ്പക്ഷി. പുള്ളി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേടിക്കുന്ന കാഴ്ചകൾ കാണാം. പെരുമ്പാമ്പ്. പുള്ളി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് മൂർഖൻ. കരാമ. കരയാമയായിരിക്കാൻ ചാൻസ് ഉണ്ട്. ആമയുടെ മുട്ടയാണ് കാണുന്നത്. കാട്ടുപാമ്പ്. ആ മരക്കൊമ്പിൽ എവിടെയോ ഉണ്ട്. അത്ര ക്ലിയറായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. ഇഗ്വാന. വില്ലൂന്നി. നമ്മുടെ നാട്ടിൽ ചേരയുണ്ട് ഈ കൂട്ടത്തിൽ. നമ്മുടെ വാവ സുരേഷിൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ അതിഥികളെയും നമുക്കിവിടെ കാണാം. ഇനിയാണ് നമ്മുടെ സൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോകുന്നത്. അനാക്കൊണ്ട. ചില ആളുകൾ ഇങ്ങനെ നമ്മൾ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകും. അടുത്തയാൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ രാജവെമ്പാല. അന്തസ്സായിട്ടുള്ള കിടപ്പ് കണ്ടിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പുറത്ത് കിടക്കണം.
അങ്ങനെ സൂവിലെ കാഴ്ചകൾ ഏകദേശം കംപ്ലീറ്റായി. നിങ്ങൾ തന്നെ പറ, നമ്മുടെ സൂവിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ ഒരുപാട് കുട്ടികൾ പഠനയാത്രയ്ക്കായിട്ടുമൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വ്യക്തമായിട്ട് കാണാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം ഈ മൃഗശാലയ്ക്കകത്തൂടെ നടന്നപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും തോന്നിയ ഒരു കാര്യം. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോകാം. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 30 രൂപയാണ് എൻട്രി ഫീസ്. കയറിയപ്പോൾ തന്നെ ദാ കാണ്ടാമൃഗം. ട്രിവാൻഡ്രം സൂവിലുണ്ടായിരുന്നതാണ് പുള്ളി. കാണ്ടാമൃഗത്തെ നേരിട്ട് കാണാൻ പറ്റാത്ത ആ വിഷമം ഇപ്പം അങ്ങ് മാറിക്കിട്ടി. ഇവിടെ മുഴുവൻ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സ്റ്റഫ്ഡായിട്ടുള്ള രൂപങ്ങൾ കാണാം. എല്ലാം ഒറിജിനലാണ്. അതുപോലെ ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ അസ്ഥികൂടങ്ങളും കാണാം. രണ്ട് നിലകളായിട്ടാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, തിങ്കളാഴ്ചകളിൽ മ്യൂസിയവും സൂവും അവധിയായിരിക്കും. അങ്ങനെ ഇനി നമുക്ക് പതിയെ പുറത്തിറങ്ങാം. ഇതാ കണ്ടില്ലേ, ഈ വഴി മുഴുവൻ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഇല്ലാതെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.